മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വടക്കൻ കേരളത്തിൽ അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. സംസ്ഥാനത്ത് ജൂൺ 9 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സുനിഷ യെല്ലൂരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സുനിഷ, ഗുഡ് മോർണിംഗ്. കാലവർഷം കനത്തു, ശക്തമായ മഴയുണ്ട്. എന്താണ് അലർട്ടുകൾ, എങ്ങനെയാണ് ഓരോ ജില്ലകളിലും? ശ്രുതി, അതാണ് കാലവർഷം കടുക്കുന്നു, മഴയും കനത്ത് തന്നെ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത്. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് എല്ലാ ജില്ലകൾക്കും അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഉണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള മറ്റ് 7 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രതാ നിർദ്ദേശം അത് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. നാളെയും മഴ മുന്നറിയിപ്പുണ്ട്. നാളെയും 4-5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അത് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 5 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രം പറയുകയും ചെയ്യുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ മഴ ശക്തമായി തുടരുമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. ഇനി അടുത്ത 3 മണിക്കൂറിലേക്ക് മാത്രം നോക്കിയാൽ പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈയിടങ്ങളിലെല്ലാം കനത്ത മഴ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത മണിക്കൂറുകളിലും മഴ കനക്കുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉള്ളതുപോലെ തന്നെ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റ് എല്ലാ രീതിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുന്നിടിച്ചൽ ഭീഷണി, അത്തരത്തിൽ വെള്ളക്കെട്ട് ഭീഷണി എല്ലാം നേരിടുന്നിടത്തു നിന്നും ഈ താമസക്കാരോട് ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അടുത്ത ഒരാഴ്ച കൂടി ഇതേ രീതിയിൽ തന്നെ മഴ ശക്തമാകുമെന്നുള്ളതാണ്. 9-ാം തീയതി വരെ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും തുടരും. ശ്രുതി, ശരി. സുനിഷ യെല്ലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിലൊക്കെ അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നുകൂടിയുള്ള മുന്നറിയിപ്പുണ്ട്.